आग्रह रखते हैं। ഈ 17-ാം അധ്യായത്തിൽ കാണുന്നത് 3 പ്രാർത്ഥനയാണ്. 17वां अध्याय में 3 प्रार्थना वहां पर पाया जाता है. ഒന്ന്, കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കും. एक है मसीह पिता की ओर प्रार्थना करते हैं. എന്ന് പറഞ്ഞാൽ തനിക്ക് താൻ തന്നെ ദൈവത്തോട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. अपने आप को परमेश्वर की हाथों में समर्पण कर देते हुए प्रार्थना करते हैं. രണ്ടാമത്തെ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. दूसरा प्रार्थना शिष्यों के लिए करता है. മൂന്നാമത്തെ പ്രാർത്ഥന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. तीसरा प्रार्थना विश्वासियों के लिए करता है. 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ അതിന്റെ 5-ാം വാക്യം വരെയായി നമ്മൾ പഠിക്കുമ്പോൾ പിതാവായ ദൈവത്തോട് നമ്മുടെ കർത്താവ് തന്നെ പ്രാർത്ഥിക്കുക. 17वां अध्याय पहले पद से लेकर 5वां पद तक मसीह पिता की ओर प्रार्थना कर रहा है. 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, സമയം വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. और 17वां अध्याय वो मैंने सिस्टर पढ़ सकता है तो पढ़ना, मेरा गला तो बैठ गया है, इसी कारण में आपको पढ़ सकता है तो पढ़ना, और ओमना सिस्टर हो कोई भी हो. और 17वां अध्याय है पहले पद से लेकर 5वां पद तक वहां पर ऐसा प्रभु की शब्द प्रार्थना के साथ लगे रहा है. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പിതാവും പുത്രനും അതേ ഒരേ നിലയിൽ സംസാരിക്കുന്ന ശബ്ദമാണ് ഇവിടെ കാണുന്നത്. പിതാവിനോട് അപേക്ഷിക്കുകയാണ്, പിതാവേ, അതെ, സമയം വന്നിരിക്കുന്നു. और पुत्र मसीह पिता की ओर प्रार्थना करते हैं, हे पिता, समय आ पहुंची है. എന്നാൽ മുൻപുള്ളായ കർത്താവിന്റെ ഐഹിക ജീവിതത്തിന് മുൻപുള്ള കാലങ്ങളിൽ കർത്താവ് പലപ്പോഴും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, സമയം വന്നിട്ടില്ല. इसके पहले एक बार मसीह ने प्रार्थना किया, तब कहा मेरा समय यहाँ पहुंचा नहीं है, എന്റെ സമയം വന്നിട്ടില്ല, मेरा समय आ नहीं है. കാനാവിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതിനു മുൻപേ തന്റെ അമ്മയായ മറിയോട് പറയുന്നു, സ്ത്രീയെ സമയം വന്നിട്ടില്ല. काना में विवाह है, विवाह में वो इनका माता मरियम ने चंद बात उनको कहा, तब यीशु मरियम की ओर कहने लगी, मेरा समय आ पहुंचा नहीं है. സമയം എന്നുള്ളത് ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ദൈർഘ്യമാണ് കാണിക്കുന്നത്. समय के पंछी जो घड़ी और हमें हमारा जिंदगी की आयु के भी बताता है. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നു, സമയം വന്നിരിക്കുന്നു. अभी हम कहते हैं वो घड़ी आ पहुंची है. 33 വർഷക്കാലം സമയം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് പറയുന്നു, അവസാന സമയത്ത് സമയം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. 30 साल तक समय आ नहीं है कहा, वो वहां पर कहते हैं समय आ गई है. കർത്താവിന്റെ സമയം വന്നിരിക്കുന്നു പറയുമ്പോൾ ആ മഹത്വം, ദൈവത്തിലുള്ള മഹത്വം തന്നിൽ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. वहां पर ये घड़ी आ पहुंची है, जो बात कहने के लिए यही अर्थ है, उसका महिमा भूमि पर प्रकट होने का समय आ गई है. കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടണമെങ്കിൽ തന്റെ മഹത്വം, പിതാവായ ദൈവത്തിൽ നിന്നുള്ള മഹത്വം വെളിപ്പെടണം. मसीह कौन है? दुनिया में लोगों को जानकारी मिलना चाहता है तो जो स्वर्ग से मसीह की ओर महिमा प्रकट करना चाहिए. ആ മഹത്വം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനവും ആ മഹത്വത്തിൽ പ്രവേശിക്കണം.
और मसीह महिमा पाया तो मसीह पर विश्वास करने वाले जो महिमा प्राप्त करना चाहिए। അതുകൊണ്ടാണ് പറയുന്നത്, പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായി തീരണം. इसी कारण मसीह पिता की ओर प्रार्थना करता है, हे परमेश्वर, मैं और तू एक ही है। ऐसा ही चुन लेते हैं संसार में से वही लोग भी हमारा में एकता में आए। അതിന്റെ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, उसका 15वां अध्याय में ऐसा पाया जाता है, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. कितना वाक्य वर्ष है? അതിന്റെ 4-ാം 15वां अध्याय 14 पद में लिखा है, तुम मुझ में बने रहो और मैं तुम्हें जैसे तुम्हें रहे। ഞാൻ എന്നിൽ വസിപ്പീൻ. मुझ पर बने रहो। കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നു, നാം വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ വസിക്കണം. मसीह ने हमको यही सिखाया है, हम रहते हैं जीते हैं मसीह में जिए। വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നായി മാറുക. बने रहो कहता है, इसकी अर्थ एक ही बन जाए। ഇവിടെ പറയുന്നത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. जो मुझ पर वास करे मैं तुम्हारे में भी वास करेंगे। അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാവേ നിന്റെ മഹത്വം എനിക്ക് തരണം. इसी कारण में मसीह प्रार्थना करता है, हे पिता तेरी महिमा मुझ में दे। നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. तेरे पुत्र तुझ पर महिमा मिलने के लिए तू भी मेरा अपने पुत्र की महिमा कर, की पुत्र भी तेरी महिमा करे। 14-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, चौदह നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 14 अध्याय की प्रथम पद में जो मसीह दिया, तुम्हारा मन व्याकुल ना हो। ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ. मैं तुम्हारे लिए निवास स्थान तैयार करने के लिए जा रहा है। സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. तुम्हारे को तो तुमको रहने के लिए निवास स्थान बनाएगा तो मैं वापस आकर मैं बैठा वहां पर तुमको भी बैठा दूंगा। അവിടെ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും ഒരേ മഹത്വത്തിൽ ഒരേ തേജസ്സിൽ ഇരിക്കുന്നുവെങ്കിൽ നാമും അതേ തേജസ് തന്നെ ഇരുത്തുവാൻ, നമ്മെയും അതേ തേജസ്സിൽ ഇരുത്തുവാൻ പുത്രനായ ക്രിസ്തു ആഗ്രഹിക്കുന്നു. पिता परमेश्वर और पुत्र मसीह एक महिमा में वास करेगा तो मसीह में विश्वास करने वालों को वो ही महिमा में बैठा दूंगा। 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ അവന് നൽകിയിട്ടുള്ള അവർക്കും അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല മനുഷ്യരുടെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. വായിക്കാമോ? 2-ാം വാക്യം 17:2. क्योंकि तूने उसको सब प्राणियों पर अधिकार दिया कि जिन्हें तूने उसके दिया है, हर सबको ये अनंत जीवन दे. നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവൻ കൊടുക്കണം. क्योंकि तूने उसको सब प्राणियों पर अधिकार दिया। കർത്താവിന്റെ പ്രാർത്ഥനയിൽ തന്നെ അതെ തന്റെ ജനത്തെ കൂടെ ചേർത്ത് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. मसीह परमेश्वर की ओर प्रार्थना करता है, जो मसीह में आने वालों को साथ मिलाकर प्रार्थना करते हैं। അങ്ങനെയെങ്കിൽ നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ സ്നേഹം എത്ര വലിയതാണ്. जान ले मसीह को हमारे और कितने प्रेम मेल मिलाप होता है। മനസ്സിലാക്കേണ്ടത് കാര്യം,
നമ്മെ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ആ രക്തത്തിന്റെ വില നിത്യത വരെയും എത്തുന്നു എന്നുള്ളതാണ് വലിയൊരു സത്യം. जान ले, यीशु मसीह की लोगों के कारण हमको चुन लिया तो मसीह इतना प्रेम करते हैं परमेश्वर के साथ हमको जोड़ने के लिए. അതെ, അവിടെ പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തു പറയുന്നു, അവിടുന്ന് നിത്യജീവനുണ്ട്, ആ നിത്യജീവൻ ഇവർക്കും കൊടുക്കണം. और पुत्र परमेश्वर की ओर प्रार्थना करते हैं, अनंत काल की जीवन हमारे लिए है. वो जीवन मसीह में विश्वास करने वालों को भी दिया दे. അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. 14 पद में यही लिखा, जो कार्य तूने मुझे करने को दिया था उसे पूरा करके मैंने पृथ्वी पर तेरी महिमा की है. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. पिता പറഞ്ഞു पिता अपने साथ मेरी महिमा उस पर महिमा से कर जो जगत की सृष्टि से पहले. നീ ഭൂമിയിൽ എന്നെ മഹത്വപ്പെടുത്തി. तो पृथ्वी पर महिमा प्रकट की है. നീ എന്നെ മഹത്വപ്പെടുത്തി, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. तूने मुझे महिमा दी, मैं तुझको महिमा देता हूं. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള വലിയ ബന്ധത്തെ ഇവിടെ കാണിക്കുകയാണ്. मसीह संसार में थे, उसी समय पिता और पुत्र एक ही है, एक सामे है, जो प्रकट कर देता है. ഇവിടെ കാണുന്നത് പിതാവ് അയച്ച അതേ പ്രവൃത്തി പുത്രനായ ക്രിസ്തു തികച്ചിരിക്കുകയാണ്. पिता परमेश्वर ने पुत्र को भेजा है, पुत्र ने जो काम कार्य वहां पर दर्शाया दिखाया है. കർത്താവിന്റെ ആഗ്രഹം പിതാവായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക എന്നുള്ളത്. पिता परमेश्वर की आग्रह है उनका महिमा प्रकट करे. സ്തോത്രം. പിതാവായ ദൈവം പുത്രനെ കുറിച്ച് ആഗ്രഹിച്ചത് നിവർത്തിച്ചു എന്ന് പറയത്തക്കവണ്ണം ഉള്ള ഒരു വലിയ ശുശ്രൂഷയാണ് താൻ ഈ ഭൂമിയിൽ അല്പസമയം കൊണ്ട് ചെയ്ത് തീർത്തത്. पिता परमेश्वर की योजना, आग्रह, इच्छा उनका एकलौता पुत्र यीशु मसीह के द्वारा पूर्णता में लाया है. അതെ, അങ്ങ് അയച്ച പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. तूने मुझे भेजा क्या काम के लिए, जो काम पूरा कर दिया है. നമ്മുടെ ജീവിതത്തിലും നമ്മെ വിളിച്ച ദൈവത്തിന്റെ വേല നാം തികയ്ക്കുന്നവരായിരിക്കണം. हमें भूमि पर बैठाया, रखा, बुलाहट दिया, जो काम सेवकाई करने के लिए जो सेवकाई में पूरा कर दिया है. 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. വായിക്കാനൊക്കെ 5-ാം പദം वाइचो. और अब है पिता, तू अपने साथ मेरी महिमा उस महिमा से कर जो जगत के होने के पहले मैं तेरे साथ थी. Praise the Lord. Praise the Lord. ഇപ്പോൾ പിതാവേ, ആ പദം ശ്രദ്ധിക്കണമേ, ഇപ്പോൾ പിതാവേ. पिता ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്റെ ശുശ്രൂഷ, ഭൂമിയിൽ അയച്ച ശുശ്രൂഷ ഇവിടെ തികച്ചു എന്ന് കാണുന്നു. पिता इसकी अर्थ यू है, भूमि में परमेश्वर ने मुझे भेजा है, जो जिन कार्य के लिए भेजा वो कार्य में पूरा कर दिया है. എന്തൊന്നിനു വേണ്ടിയാണോ പിതാവേ അങ്ങനെ ഭൂമിയിൽ അയച്ചത്, അത് क्या काम कार्य के लिए भूमि पर भेजा है
जो कार्य मैं पूरा कर दिया है। അതുകൊണ്ട് ഇപ്പോൾ പിതാവേ, हे पिता, ഇപ്പോൾ എന്ന് പറയുമ്പോൾ പിതാവിന്റെ അരിക്കലേക്ക് പുത്രനായ ക്രിസ്തു മടങ്ങി പോകുവാനുള്ള സമയമായി. जब दिया है, पिता परमेश्वर पुत्र को भूमि पर भेजा, जिन काम कार्य के लिए भेजा वो पूरा कर दिया है, मैं वापस आ रहा है। പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ നമ്മെയും തന്നോട് കൂടെ മഹത്വപ്പെടുത്തുവാൻ സമയം വന്നിരിക്കുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം. मेरा शब्द सुनने वाले मेरे प्यारो, ध्यान दे, परमेश्वर के पुत्र मसीह ने जो महिमा प्रकट किया तो मसीह पर विश्वास करने वालों को भी वो महिमा प्रकट किया करेंगे। കർത്താവ് പറഞ്ഞല്ലോ, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുമെന്ന്. मसीह ने एक बात कहने लगी, मैं कहां पर बैठू वहां पर तुमको भी बिठा दूंगा। അങ്ങനെയെങ്കിൽ ആ മഹത്വത്തിൽ നാമും പ്രവേശിക്കുവാൻ സമയം അടുത്തു വന്നിരിക്കുകയാണ്. ऐसा होवे तो और महिमा प्राप्त कर महिमा में बैठने के लिए हमारा समय भी आ पहुंची है। കർത്താവ് തന്നെ പറയുന്നു, നീ ഞാൻ ഭൂമിയിൽ നിന്റെ പ്രവൃത്തി തികച്ചിരിക്കുന്നു. मसीह ने की और प्रार्थना की, तेरे काम में पृथ्वी पर पूरा कर दिया है। ഇനി ലഭിക്കുന്ന സമയം നമ്മെ ഏൽപ്പിച്ച സമയങ്ങളും നാം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. हमारा परमेश्वर की हित जितना काम उनके ऊपर सौंप दिया है वो काम पूरा कर वापस आ रहा है। നമ്മിൽ വെളിപ്പെടുവാനുള്ള ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ സമയമായി പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. हमें एक महिमा देने के लिए समय आ पहुंची, इसी कारण में पवित्र आत्मा हमको यहाँ पर तैयारी कर देता है। പുത്രനായി ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ ആ ദൈവിക മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. मसीह पृथ्वी पर आया तब यहोवा परमेश्वर ने वो महिमा प्रकट करते ही रहता था। ആ മഹത്വം അതെ സ്വർഗത്തിൽ നമ്മുടെ ഭവനത്തിലും വെളിപ്പെടും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമുക്കൊരു പ്രത്യാശ തന്നിട്ട് കർത്താവ് പോയിരിക്കുന്നത്. जो महिमा प्रभु मसीह ने हमारे लिए दी, जो पूरा कर मसीह कहां पर बैठते हैं वहां पर बैठाने के लिए है, बिठाएंगे कहकर वापस किया है। 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 14वां अध्याय 17वां पद में ये वचन दिया। 16वां पद में मैं पिता से विनती करूंगा और तू तुम्हें एक और सहाय देगा कि वह सर्वदा तुम्हारे साथ रहे। Praise the Lord. അതെ, നമ്മോട് കൂടെ സദാകാലം ഇരിക്കുവാൻ പിതാവിന്റെ അരിക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. मसीह ने जो बात वायदा दिया, मसीह का साथ सदा सर्वदा रहने के लिए सहाय होकर पवित्र आत्मा हमारे लिए दी गई है। അതെ, 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും. 14वां अध्याय 16वां पद में ये वचन दिया, मैं पिता से विनती करूंगा। കാരണം പിതാവായ ദൈവത്തിന്റെ അരിക്കൽ നമ്മെ കുറിച്ച് ചോദിക്കുവാനുള്ള കാരണം നാം പിതാവിന്റെ അരിക്കൽ ചെല്ലേണ്ടുന്നവരാണ്. पुत्र मसीह पिता की ओर मांग रहा है, कारण यही है हम भी पिता की ओर पहुंचने के लिए। അതെ, പിതാവിന്റെ അരിക്കൽ പുത്രനായ ക്രിസ്തു
തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട തിരുസഭ പിതാവായ ദൈവത്തിന്റെ ഏത് തേജസ്സോ പുത്രനായ ക്രിസ്തു ധരിച്ചിരിക്കുന്ന ഏത് തേജസ്സോ അതേ തേജസ്സിൽ തന്നെ ആ മഹത്വത്തിൽ തന്നെ കാണണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. मसीह की आग्रह यूं है, पिता पुत्र मसीह पिता की महिमा प्राप्त कर कर वहां पर पहुंचा. इसी नहीं मसीह में विश्वास करने वालों भी जो महिमा प्राप्त करे. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ അരിക്കലേക്കും. यहाँ पर यो वचन दिया है, सहायक को देंगे, कारीगर को देंगे. അതിന് ആശ്വാസപ്രദൻ എന്നാണ് പദം പറഞ്ഞിരിക്കുന്നത്. जो सहायक नाम दिया गया है. അതിന് ഗ്രീക്ക് വാക്കിൽ പറഞ്ഞിരിക്കുന്നത് പാരാക്ലീറ്റസ് എന്ന്. दो ग्रीक पद में पाराक्लीटस शब्द दिया है. പാരാക്ലീറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പകരക്കാരനായി നമുക്ക് വേണ്ടി നിൽക്കുന്നവൻ. पाराक्लीटस नाम दिया है, हमारा बदले, हमारा अनुकूल बात करने वाले हमारा साथ रहेंगे. നമ്മളൊരു തെറ്റ് ചെയ്ത് ഒരു കുറ്റം ചെയ്ത് നമ്മളെ ശിക്ഷിച്ച് കോടതിയിലാക്കിയാൽ നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരിക്കും. हम कोई गलती काम किया, गुनाह किया, हमारे लिए हम कोर्ट में जाने का जरूरत नहीं. एक एडवोकेट हमारे लिए बातचीत करने के लिए इसी नहीं. ലോകം പറയും ഇപ്പൊ തൂക്കുകയറിയിട്ടും ജീവപര്യന്തമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്ന അഡ്വക്കേറ്റ് അദ്ദേഹം നമ്മുടെ തെറ്റുകള് നന്നായി പഠിച്ച് അതിൽ നമ്മുടെ ആ സത്യസന്ധത തെളിയിക്കുവാൻ തന്റെ കഴിവുകൾ ഉപയോഗിക്കുകയും നമ്മുടെ ശിക്ഷ അതേ ലോകത്തിന്റെ മുൻപിൽ അതേ ഇളവ് ചെയ്യപ്പെടുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. दुनियादारी लोग बनते हैं, हमको फांसी देंगे और गुना देंगे, हमको दंड देंगे कहकर कहेगा तो हमारे लिए एक वकील को हमारा बदले वहां पर खड़ा करते, उन्होंने हमारे बारे में अच्छे पढ़ते हैं और वहां पर वाद विवाद कर कर हमें फांसी से रक्षा कर देते हैं. എന്നാൽ ആ വക്കീൽ നമുക്ക് വേണ്ടി വാദിക്കത്തേ ഉള്ളൂ, നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കത്തില്ല. वो हमारे लिए बातचीत करेंगे लेकिन हमारा गुना उनका कंधे पर नहीं लेंगे. എന്നാൽ ഇവിടുത്തെ പാരാക്ലീറ്റസ് അങ്ങനെയല്ല. നമ്മെ തന്നിൽ കവർ ചെയ്തിട്ട് തന്നിൽ മൂടിയിട്ട് നമുക്ക് വേണ്ടി നമുക്ക് മാത്രമായി നിന്ന് പിതാവിന്റെ മുൻപിൽ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു പാരാക്ലീറ്റസ്. जो संसारिक एडवोकेट ने हमारा शिक्षा उन पर नहीं लेते हैं, लेकिन हमारा यीशु मसीह ऐसा नहीं है. पिता परमेश्वर की ओर बैठते हुए हमारे लिए हमारा सारे गुनाहों को अपने ऊपर ले लेता है, എന്ന് പറഞ്ഞാൽ നമ്മെ മാറ്റി നിർത്തുക, हमें अलग कर देता है. നമ്മുടെ അവസ്ഥ മൊത്തം അത് ഈ പാരാക്ലീറ്റസ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. और ये हमारा दंड की जो गुना पूरा अपने आप के ऊपर उठा लेता है. സ്തോത്രം. ഇതാണ് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ നമ്മുടെ പാരാക്ലീറ്റസ് ഇന്നും നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. यही है हमारे लिए सहायक को प्रभु ने भेजा हुआ पवित्र आत्मा जो काम कार्य किया करता है. അതെ, പുത്രനായ ക്രിസ്തുവും നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടിയും അതേ പ്രായശ്ചിത്തമായി കാൽവറിയുടെ കുലക്കളത്തിൽ മൂന്നാണിമേൽ അതേ സ്വന്തം തോൾമേൽ തലയും ചായിച്ച് നമുക്ക് വേണ്ടി പ്രാണനെ വിട്ടവൻ നമ്മുടെ പാരാക്ലീറ്റസ് ആണ്. और हम किया अपराध किया गुना में है, हमारे सारे पाप अपराधों को अपने कंधे पर उठाकर क्रूस पर सलीब पर उनका प्राण त्याग कर कर हमारा सारे अपराध उन पर वो ही उठा लिया है. ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത്, നിങ്ങൾ മരിക്കേണ്ടുന്ന സ്ഥാനത്ത്, ഞാൻ ചെയ്ത തെറ്റിന് അതേ ശിക്ഷ വിധി വഹിക്കേണ്ടുന്ന സ്ഥാനത്ത് നിങ്ങൾ ചെയ്ത
തെറ്റിന് ശിക്ഷ വഹിക്കുന്ന സ്ഥാനത്ത് നമുക്ക് വേണ്ടി നമ്മുടെ സകല പാപത്തെ ചുമന്നൊഴിച്ച ഒരു ദൈവത്തിന്റെ കുഞ്ഞാണ് അവനത്രേ നമ്മുടെ പാരാക്ലീറ്റസ്. वो संसार में यहोवा परमेश्वर ने हमारे लिए बताया वो सारे बातों को त्याग कर पाप अपराध किया, वो पापी बन गया, जो हमारा पाप उठाकर कालवरी क्रूस पर हमारे लिए जीवन त्याग किया हुआ वो ही मसीह हमारा उतारक है. നമുക്ക് വേണ്ടി മരിച്ചവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അതേ 40 ദിവസത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ മഹിമയിൽ പ്രവേശിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ സഭ അതേ ഈ ലോകം വിട്ട് ഈ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു മഹത്വം പിതാവിന്റെ മുൻപിലുണ്ട്. അത് നമുക്ക് തരണമെന്നാണ് 17-ാം അധ്യായത്തിൽ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. हम किए हुए सारे अपराधों को हाथ में लेकर क्रूस उठाकर क्रूस पर बलिदान होकर हमारा पाप को मिटाकर जी उठकर पिता परमेश्वर की दाहिने की ओर जाकर बैठा हमारा पाप को ढांपने के लिए है. എന്നും പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് തേജസ്സോടെ ഇരിക്കുന്ന കർത്താവ് പറയുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്താം. भूमि पर अपना काम करके पूरा करके मारा गया, गाड़ा गया, जी उठा, पिता परमेश्वर की ओर बैठा. जो मसीह ने कहता है हम निर्बल है, पापी, दोषी है, हमको भी वहां पर बिठा दूंगा. ഇവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. और मसीह ने ऐसा प्रार्थना किया है, मैं पिता की ओर जा रहा है, वहां पर जाकर पिता की ओर मांगू, ये तुमको एक सहायक को, पवित्र आत्मा को तुम्हारे लिए दिया देंगे. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ ജനത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. यीशु मसीह की महत्व महिमा हम जान लेना चाहिए. അതെ, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു ആശ്വാസപ്രദനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. मैं पिता की ओर जाता है, वो सदा सर्वदा तुम्हारा साथ रहने के एक सहायक को भेजूंगा और तुम्हारे लिए जागते हुए रहेंगे. എന്നേക്കുമെന്ന് പറഞ്ഞത് തിരുസഭ അതേ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഭൂമിയിൽ എടുക്കപ്പെട്ട് പിതാവിന്റെ അരിക്കൽ ഈ തിരുസഭയെ എത്തിക്കുന്നത് വരെയുള്ള സമയം എന്ന് നാം മനസ്സിലാക്കണം. जान ले, ये समय के बारे में बताया है, चुन लिया है, चुना है. जो पापी अपराधी है उनको सगाई के लिए पवित्र आत्मा देते हुए शुद्ध पवित्र करके पिता परमेश्वर की सामने बैठाने तक ये सगाई हमारा साथ भी साथ रहेंगे. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ സത്യാത്മാവിനെ ലോകത്തിന് അറിയത്തില്ല. ये सच्चाई आत्मा को दुनियादारी लोगों को जानकारी नहीं है. ഈ ലോകത്തിന് കാണുവാനും കഴിയത്തില്ല. ये संसारिक लोगों को जड़ की शरीर की अभिलाषाओं में जाने वालों को देख नहीं सकते हैं, पा नहीं सकते हैं. അതുപോലെ ഈ ലോകത്തിന് സ്വീകരിക്കാനും കഴിയത്തില്ല. ये लोगों को स्वीकार भी नहीं कर सकते हैं. എന്നാൽ നാം അവനെ കൈക്കൊണ്ടു. लेकिन प्रभु के मसीह को हम अपनाया है, ग्रहण किया है, पाया है. നാം ഈ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടു. ये पवित्र आत्मा को अंगीकार किया, अपनाया है. ആ പരിശുദ്ധാത്മാവ് നമ്മോട് ഇവിടെ വസിക്കുന്നു. वो पवित्र आत्मा हमारा साथ सदा सर्वदा रहते हैं. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ
അതെ, ഇരിക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുത്തുന്നു. पवित्र आत्मा हमारा साथ में साथ रहते, केवल इतना ही नहीं और हमें यहाँ पर से ले जाने के लिए तैयार भी करते रहते हैं। അതിലെ 14-ാം അധ്യായം 26-ാം വാക്യം ഞാൻ പറഞ്ഞു, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവൻ എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. 14 अध्याय 26वां पद में यही लिखा है, परंतु सहायक अर्थात पवित्र आत्मा जिसे पिता मेरे नाम से भेजेगा वह तुम्हें सब बातों सिखाएगा और जो कुछ मैंने तुमने सहाय है वह सब तुझे स्मरण कराएगा। അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് തിരുസഭയെ ഏൽപ്പിച്ചിട്ട് പുത്രനായ ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ കടന്നുപോയത്. और पवित्र आत्मा जो सहाय होकर मंडली को वो पवित्र आत्मा के हाथ में समर्पण दिया, उसके बाद में यीशु मसीह स्वर्गारोहण की है। ആ സത്യം നാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് കഷ്ടതയോ പട്ടിണിയോ ഭാരമോ വിഷമമോ ഉപദ്രവമോ എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തുനിന്ന് വേർപിരിയാതെ ഇരിക്കുന്നത് നമുക്കൊരു പ്രത്യാശയുടെ ദിവസം വരുന്നുണ്ട്. ये सच्चाई हम जान लिया, मान लिया, अंगीकार किया। इसी कारण में कष्ट हो, दुख हो, वेदना हो, संकट हो, मसीह को त्याग न करते हैं, मसीह को अंगीकार कर कर उनकी ओर जा रहा है। എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ തന്റെ ജനത്തെ കുറിച്ച് ഉള്ള ആ വലിയ ഉത്തരവാദിത്വം പിതാവായ ദൈവത്തിന്റെ മുമ്പിലും അതേ പറയുന്ന ഒരു പദം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ട്. एक शब्द इसकी प्रधान बात है, पवित्र आत्मा का कार्य क्या होता है उसके बारे में। അതിന്റെ 17-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. 17वां अध्याय 14 और 15वां पद में यही दिया, मैंने तेरा वचन उन्हें पहुंचा दिया है और संसार ने उनसे वैर किया क्योंकि क्योंकि जैसा मैं संसार का नहीं वैसा ही वे भी संसार के नहीं। ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തു. मैंने मसीह की वचन मोर विश्वासी की शिष्यों के हाथों में दी। എന്തുകൊണ്ടാ പിതാവായ ദൈവത്തോട് പറയുന്ന, പിതാവേ നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. मसीह ने पिता की ओर प्रार्थना करता है, तेरी वचन उन पर दी है। കാരണം വചനം ദൈവമാണ്. कारण यो है वचन परमेश्वर है। ഇവിടെ ഇരിക്കുന്ന ആരും ഈ ലോകത്തിൽ വെച്ച് നഗ്ന നയനങ്ങൾ കൊണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. हम यहाँ पर बैठते हैं, हमारे नंगे आंख से कोई किसी ने यीशु को नहीं देखा है। നമ്മുടെ പ്രത്യാശയാണ് നാം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി യാഗമായി നമുക്ക് വേണ്ടി മരിച്ച അടക്കപ്പെട്ട നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ആ യേശുവിനെ കാണാനുള്ള പ്രത്യാശ മാത്രമേ നമുക്കുള്ളൂ. हमारा आशा यही है, हमारा मृत्यु की बाद में हमारा मसीह की ओर जाएंगे, वहां पर मुखामुख देखने के लिए अवसर दिया देंगे। എന്നാൽ വചനമാണ് നമ്മളെ ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചത്. लेकिन वचन है ये सब कुछ जो सिखाया है। ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. आदि में वचन था, वचन परमेश्वर का साथ भी साथ था। വചനം ദൈവമായിരുന്നു. वचन परमेश्वर है। അപ്പോൾ ആ വചനം ഞാൻ നിന്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തു പ്രാർത്ഥിക്കുക. जो वचन अपने लोगों को दिया, मैं तुम्हारा और आ रहा है, ये बात वचन दी है। ഇവിടെ ഇപ്പോൾ നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മെ നടത്തുവാൻ വചനവും പരിശുദ്ധാത്മാവും ഉണ്ട്.
कराने के लिए परमेश्वर की वचन भी है, उसका साथ में साथ पवित्र आत्मा भी है। നമ്മൾ വചനത്തിനും പരിശുദ്ധാത്മാവിനും കീഴ്പ്പെടണം. वचन की अधीन रहे, पवित्र आत्मा की अधीन रहे। കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ എല്ലാം തികച്ചിരിക്കുന്നു. मसीह ने एक बात दी, मैं सब कुछ कर दिया है। ഇതുപോലെ തിരുസഭയും അതെ നമ്മെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? इससे न्याय मंडली मसीह ने चुने हुए लोगों को कह सकता है नहीं। നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കണക്ക് പറഞ്ഞാൽ പലപ്പോഴും പോരായ്മകൾ അവർ കണ്ടുപിടിക്കും. ചിലപ്പോൾ നാം അവരിലും പോരായ്മകൾ കണ്ടുപിടിക്കും. എന്നാൽ ഒരു പോരായ്മയുമില്ലാതെ നമ്മുടെ അവസ്ഥകളെ പൂർണ്ണമായി അറിയുന്ന പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ, നമ്മെ നന്നായി അറിയുന്ന വചനത്തിന്റെ മുൻപിൽ നമുക്ക് പറയുവാൻ കഴിയണം, പിതാവേ, ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു പറയുവാനിടയായി. जानकारी ले प्यारो, मेरे ऊपर समर्पण किया हुआ जो जिम्मेदारी मैं यहां पर पूरा किया, पूरा कर कर मैं तेरी ओर आ रहा है कहने के लिए हक होना चाहिए। ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ मैं उन लोगों को तेरी वचन दिया है। ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം അവരെ വെറുത്തു. मैं शारीरिक अभिलाषा में रहने वाले नहीं, मैं स्वर्गीय परमेश्वर के पुत्र है। तूने मुझे भेजा, मैं उनको भेजता हूँ। उन्हें तेरी वचन अपनाया और तेरी शिष्य बन गई है। അവർ ലോകത്തെ വെറുത്തു. उन्होंने संसार को सुख लाभ को त्याग किया। ലോകം അവരെയും വെറുത്തു. सांसारिक रोग मसीह को त्याग किया। സമൂഹത്തിൽ ദൈവമക്കളെ നമുക്കൊരു സ്ഥാനമില്ല. दुनिया में कोई और बड़ा हमको बात नहीं मिलेगा। ലോകം നമ്മെ അംഗീകരിക്കത്തില്ല. वो संसारिक लोग अंगीकार नहीं करेंगे। ഇന്നത്തെ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ നടുവിൽ നമ്മുടെ പേര് കാണത്തില്ല. आज बहुत सारे बड़े लोगों के बीच में हमारा नाम नहीं रहेंगे। സ്വന്തം സഹോദരങ്ങൾ പോലും, ഒരു അമ്മയുടെ മക്കൾ പോലും ചില പ്രത്യേക സാഹചര്യം നമ്മുടെ പേര് പറയാൻ മറന്നു പോകും. ये माना कि बेटा पुत्र हो, कई समय हमारे नाम लेने के लिए उन्होंने और ऐसी वेदना में है। അത് മാത്രമല്ല, നമ്മുടെ പേര് അവർ പലപ്പോഴും വെട്ടി നീക്കി മാറ്റിയിട്ടുണ്ട്. मसीह को अपनाया, ग्रहण किया, इसी कारण में हमारा नाम भी काट कर निकाल दिया है। ലോകം നമ്മെ വെറുത്തിട്ടുണ്ട്. सांसारिक लोग हमको त्याग किए, ലോകത്തിൽ സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കാതെ ഇരുന്നിട്ടുണ്ട്. और हम अभिमानी होने के लिए रास्ता है वो भी त्याग की है। എന്നാൽ ഇതെല്ലാം നമ്മൾ വെറുക്കുന്നത്, ചപ്പന്നും ചവറന്നും എണ്ണുന്നതിന്റെ കാരണം നമുക്ക് നിത്യതയിൽ ഒരു തേജസ് ഉണ്ട്, ഒരു മഹത്വമുണ്ട്. അത് പ്രാപിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. यही है हमारे लिए एक स्वर्गीय निवास स्थान वायदा बनाया, इसी कारण में वहां पर पहुंचने के लिए वो तैयारी कर रहा है। അതെ, അതിന് 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവരെ ലോകത്തുനിന്ന് എടുക്കണം എന്നല്ല. मैं यह विनती नहीं करता हूं कि तू उन्होंने जगत से उठा ले। അതെ പിതാവേ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഈ ലോകത്തുനിന്ന് മാറ്റണമെന്നല്ല. ഇതുവരെ ഞാൻ ഈ ജനത്തോട് കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ ഇവരെ സംരക്ഷിക്കുവാൻ അതെ അവിടുന്ന് ക്രമീകരണം ചെയ്യണം. और यहाँ पर मैं यह विनती नहीं करता हूं कि तूने जगत से उठा ले, परंतु यह कि तूने उस दुष्ट से बचा रखने के लिए प्रार्थना किया है। പരിശുദ്ധാത്മാവിനെ അയക്കണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. तो पवित्र आत्मा को भेजने के लिए बात है ये प्रार्थना की अर्थ। അവരുടെ ഒരിക്കൽ നീ തന്ന വചനം ഇപ്പോഴുണ്ട്. उन्हीं के साथ वचन है। സ്തോത്രം.
സ്തോത്രം. ആ വചനം നമ്മുടെ നടുവിൽ വന്നത് കൊണ്ടാണ് നാം ഇത്ര പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്നത്. वचन हमारा साथ में साथ है, इसी कारण में बुद्धिमान बनकर हम प्रार्थना करते हैं। വചനത്തിന് മാറ്റമില്ല. वचन हटेगा नहीं। നമ്മൾ മനസ്സിലാക്കണം, ഈ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ്. जान ले, ये वचन स्वर्ग में अटल है। പിതാവായ ദൈവത്തിന്, പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും എത്രത്തോളം നിത്യതയുടെ ദൈർഘ്യമുണ്ടോ അത്രത്തോളം വചനത്തിനും നിത്യതയുടെ ദൈർഘ്യം. पिता परमेश्वर, पुत्र परमेश्वर, पवित्र आत्मा परमेश्वर, तीनों को स्वर्ग जा राज्य में अनंत काल कितनी है, इतने तक वचन भी वहां पर स्थिर है। ആ വചനത്തിന് എത്രത്തോളം നിത്യത ദൈർഘ്യമുണ്ടോ തിരുസഭയ്ക്കും അത്രത്തോളം നിത്യതയും ദൈർഘ്യമുണ്ട്. ये वचन को लंबाई कितनी होता है, इतने रहेंगे परमेश्वर की चुने हुए लोगों को। നിത്യത എന്ന് പറയുമ്പോൾ അനന്തകാലത്തേക്കുള്ള ഒരു ജീവിതമാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. अनंत जीवन, अनंत काल की अर्थ अनंत काल से अनंत काल तक जीने देता है, वही अर्थ होता है। എന്നാൽ ഇവർ ഭൂമിയിൽ നിന്ന് വരുന്നതിന് മുൻപേ അവരെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. मसीह तो वापस आए तब तक शत्रुओं को वश में गिरा ना दे। അവരെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. मसीह पिता की ओर प्रार्थना करता है, दुष्टों को हाथ में देना नहीं। നമ്മളുള്ള സ്നേഹം, നമ്മുടെ കർത്താവിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കുക. यीशु मसीह हमारा साथ कितना प्रेम रखता है, इसमें जान ले। അവരെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. उसको परमेश्वर के हाथों में समर्पण कर देंगे। Praise the Lord. Praise the Lord. പിതാവേ, അങ്ങ് ഈ ജനത്തെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. हे पिता, ये लोगों को तेरी हाथ में समर्पण कर देता है। സ്തോത്രം. അവരെ കാത്തുകൊള്ളണം, അവരെ കാത്തുകൊള്ളണം. उसको संभाल कर रखा। ആ പ്രാർത്ഥനയുടെ ശക്തി ഇന്നും ഞാൻ നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ये प्रार्थना की सामर्थ मैं और आप और दिनम्रति सह लेते हैं। അതുകൊണ്ടാണ് ഇന്നും നാം നമ്മുടെ വിഷയങ്ങൾ വരുമ്പോ, നമ്മുടെ വേദനകൾ വരുമ്പോ അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം വായിച്ച് ധ്യാനിച്ച് നമുക്ക് കർത്താവിൽ നിന്ന് മറുപടി ലഭിച്ചുവെന്ന ആശ്വാസത്തോടെ നമ്മൾ എഴുന്നേറ്റ് പോകുന്നത്. इसी कारण में हमारा जीवन में कोई प्रश्न आता है, तुरंत घुटना टेकते हैं, पिता की ओर प्रार्थना करते हैं, हमारा प्रार्थना को जवाब दिया और छुटकारा दिया, विश्वास के साथ लेटते हैं, वह हमसे उठते हैं। ഇത് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. यही मसीह ने अपना शिष्यों के लिए प्रार्थना किया है। അതിന് 20-ാം വാക്യം എല്ലാ ഭാഗവും എടുക്കുന്നില്ല. സമയത്തിന്റെ ദൈർഘ്യം, നമുക്ക് സമയത്തിൻ്റെതായ അവസ്ഥയുണ്ടല്ലോ. അതിന് പ്രകാരം ഒരു വാക്കിയോട് വായിച്ച് ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. 17वां अध्याय 20वां पद में और एक बार पढ़ते हुए मैं समाप्त करना चाहता हूं। ഇവർക്ക് വേണ്ടി മാത്രമല്ല, केवल इन्हीं के लिए विनती नहीं करता है, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. परंतु उनके लिए भी जो इनके वचन के द्वारा मुझ पर विश्वास करेंगे, उन्हीं के लिए प्रार्थना करता है। പ്രാർത്ഥനയുടെ 3 ഘട്ടം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. उसके बारे में जानकारी मिला है ना। ആ 3 പ്രാർത്ഥനയിലും തന്റെ ജനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. 3 प्रार्थना यीशु में आते हुए लोगों को उसके अंदर जोड़ते हुए प्रार्थना करते हैं। ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു, പിതാവേ, നീ എന്നെ അയച്ച വേല ഞാൻ തികച്ചിരിക്കുന്നു. प्रथम प्रार्थना है, पिता तूने मुझे को दिया हुआ काम मैं पूरा किया है। എനിക്ക് തന്നവരെ കൂടെ നിന്റെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണം. मुझे दिया हुआ जो लोगों को महिमा में लाए। 2, പ്രൈസ് ദി ലോർഡ്, ഇവരെ ഭൂമിയിൽ
ആയിരിക്കുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, ഇവർ ഭൂമിയിലായിരിക്കുമ്പോൾ നീ തന്ന വചനപ്രകാരം അവരെ കാത്തുകൊള്ളണം. जो शिष्यों के लिए प्रार्थना करता है, मैं भूमि में आया तब मैं इकट्ठा किया वो शिष्यों के लिए, शिष्यों को तूने संभाला, वो और भी संभालते ही रहे. തന്നിൽ വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതെ, നിന്റെ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. केवल मेरे लिए नहीं है, मैं मेरी वचन सुनते हुए यीशु को अपनाया हुआ लोगों के लिए भी मैं प्रार्थना करता हूँ. 21 വാക്യം വായിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോക വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ ഒന്നാകണം. 23 पद में लिखा, मैं उनमें और तू मुझ में, कि वे सिद्ध होकर एक हो जाए और संसार जाने की तू ही ने मुझे भेजा, और जैसा तूने मुझसे प्रेम रखा वैसा ही उनसे प्रेम रखा. ഇവിടെ പറയുന്നു, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ ഒന്നാകണം. मैं उनसे और तू मुझमें, कि ऐसा तू हमारे में एकता में आए. അതിന് താഴെ കാര്യങ്ങളുണ്ടെങ്കിലും അത് വിവരിക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ എന്റെ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. നാം പിതാവിന്റെ കൂടെ പുത്രനായ ക്രിസ്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നാം അവരോട് ഒരുമിച്ച് ഒന്നാകണമെന്നാണ്. मसीह पिता की ओर प्रार्थना करता है, मैं और तू एक ही में है, इसी ने ही हमारा विश्वास वचन लेते हुए आने वालों को भी एकता में लाए. പിതാവേ, നാം ഒന്നാണ്. हे पिता, मैं और तू एक ही है. എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ജനവും ഒന്നാണ്. मेरी लोग बहाकर चुन लिया हुआ लोग भी एक ही है. ആകയാൽ നിന്റെ മഹത്വം എന്റെ ജനത്തിന് കൊടുക്കണം. इसी कारण में मेरा महिमा उन्हीं को दे. ആ മഹത്വം നാം പ്രാപിക്കുവാൻ സമയമായി. वो महिमा प्राप्त करने के लिए तैयारी होना. നമ്മുടെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? हमारा महिमा क्या है, जानकारी है? അതേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തുനിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ അവരെ എതിരേൽപ്പാൻ നാം എടുക്കപ്പെടും. तुरगी भूखने का ही समय है. वो धकते हुए आवाज के साथ स्वर्गदूत होंगे, आवाज के साथ मसीह संसार में आते हैं, तब हम उन्हीं का साथ जुड़ जाएगा. ആ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. वो यात्रा के लिए हम तैयारी हो. തേജസ്സിൽ കർത്താവ് എടുക്കപ്പെട്ടതുപോലെ തിരുസഭയും തേജസ്സിൽ എടുക്കപ്പെടുവാൻ സമയമായി. और महिमा में यीशु गया, इसी नाई हम महिमा प्राप्त करने का समय आ पहुंची है. ആ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങാം. ഈ वो दिन के लिए हम तैयारी करें. ആശീർവദിക്കുമാറാകട്ടെ. ये वजनों से प्रभु हमको आशीष करे. ആമേൻ, ആമേൻ.